കരാമയിൽ നിന്നും ഇനി 30 മിനിറ്റിൽ നമുക്ക് റോളയിലെത്താം. എങ്ങനെയെന്നല്ലേ? ഇങ്ങനെ ഒരു ബസ് റൂട്ട് ഉണ്ടെന്ന് പലർക്കും അറിയില്ല. നമുക്ക് സത്വയിൽ നിന്ന് E304 എന്നുള്ളൊരു ബസ് സ്റ്റാർട്ടാവുന്നുണ്ട്. അത് കരാമ വഴിയാണ് പാസ് ചെയ്യുന്നത്. നമ്മൾ 30 മിനിറ്റ് കൊണ്ട് റോളയിലെത്തും കരാമയിൽ നിന്നും. സത്വയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഡയറക്റ്റായിട്ട് കരാമ ബസ് സ്റ്റേഷൻ. അവിടെ നിന്ന് അടുത്ത സ്റ്റോപ്പ് വരുന്നത് നമ്മുടെ കരാമ പാർക്കിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ഒരു ബസ് സ്റ്റോപ്പാണ്. ലുലുവിൻ്റെയൊക്കെ ഓപ്പോസിറ്റായിട്ട് വരും. ഈ ബസ് സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ സാധാരണയായിട്ട് ഈ ബസ്സിൽ കയറാറുള്ളത്. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ബസ് E304. ഈ നീല കളറിലുള്ള ഒരു ബസ്സും ഉണ്ട്, അതുപോലെ തന്നെ വൈറ്റിൽ ഓറഞ്ച് ലൈനുള്ള ആ ബസ്സും ഉണ്ട്. പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം 12 ദിറംസാണ് ചാർജ്. അത് ക്യാഷായി തന്നെ കൊടുക്കണം. ഇപ്പം ഏകദേശം സമയം 9:13 കാണിക്കുന്നത്. നമ്മൾ കരാമയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അടുത്ത സ്റ്റോപ്പ് ഈ ലൈഫ് ഫാർമസിയുടെ തൊട്ടടുത്ത് കാണുന്ന ഒരു സ്റ്റോപ്പാണ്. അങ്ങനെ 3 സ്റ്റോപ്പുകളാണ് കരാമയിലുള്ളത്. ഇനിയിപ്പോൾ സ്റ്റോപ്പുകളൊന്നുമില്ല. ഇനി നമ്മൾ ഷാർജ ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉള്ള സ്റ്റോപ്പുകൾ മാത്രമേ വണ്ടി നിർത്തുള്ളൂ കേട്ടോ. ദുബായ് ഫ്രെയിമിനടുത്തുകൂടെ ഗർഹൂദ് ബ്രിഡ്ജ് കയറിയാണ് നമ്മുടെ ഈ യാത്ര വരുന്നത്. ഷാർജയിൽ കയറി കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഈ അൻസാർ ഗാലറിയുടെ അവിടെയാണ്. അവിടെ സ്റ്റോപ്പ് ഉണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നത് സഫീർ മാർക്കറ്റിന്റെ സ്റ്റോപ്പാണ്. സഫീർ മാർക്കറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്റ്റോപ്പ് വരുന്നത് സബ്വേ 2ലാണ് ഇനി അടുത്തതായിട്ട് നിർത്താൻ പോകുന്നത്. സബ്വേ 2 കഴിഞ്ഞു കഴിഞ്ഞാൽ സബ്വേ 1ലും നിർത്തുന്നതായിരിക്കും. ഇതിന്റെ പ്രത്യേകിച്ചൊരു കാര്യം, നമ്മൾ ബസ് ഷെൽട്ടറിൽ നിൽക്കുമ്പോഴത്തേക്കും അവിടുത്തെ ബോർഡിൽ ഒരിക്കലും ഈ ഒരു ബസ്സിന്റെ നമ്പർ കാണിക്കാറില്ല. അതെന്തുകൊണ്ടാണ് എന്ന് എനിക്കറിയില്ല. ലിസ്റ്റിൽ പെടാത്തത് കൊണ്ടാണോ എന്നും എനിക്കറിയില്ല. സിറ്റി സെൻറ്റർ കവർ ചെയ്ത ശേഷം നമ്മൾ എത്തുന്നത് ഈ ഒരു ബ്രിഡ്ജിലോട്ടാണ്. ഈ ബ്രിഡ്ജ് കയറി ഇറങ്ങുന്ന സ്ഥലത്താണ് നമ്മുടെ അബൂഷഗാര ബസ് സ്റ്റോപ്പ് വരുന്നത്. അവിടെയും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ബസ് നിർത്തുന്നത് നമ്മുടെ ജുബൈൽ ബസ് സ്റ്റേഷനിലായിരിക്കും. രാവിലെ 5:30 മുതൽ രാത്രി 10 മണി വരെയാണ് ബസ് സർവീസ് നടത്തുന്നത്. അതിൽ ഓരോ ബസ്സും തമ്മിലുള്ള ടൈം ഗ്യാപ്പ് എന്ന് പറയുന്നത് 30 മിനിറ്റ്സ് ആണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം ജുബൈലിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ്. നോർമലി ഞാൻ ജുബൈൽ ബസ് സ്റ്റേഷനിലാണ് ഇറങ്ങുക. ജുബൈൽ ബസ് സ്റ്റേഷൻ കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റോപ്പ് വരുന്നതാണ് നമ്മുടെ റോള. അപ്പോൾ അരമണിക്കൂർ കൊണ്ട്, ഞാൻ കയറിയത് 9:13 ഇപ്പോൾ സമയം കാണിക്കുന്നത് 9:46. അപ്പോൾ ഏകദേശം അരമണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ ദുബായ് ടു ഷാർജ എത്തിയിട്ടുണ്ട്. അപ്പോൾ കരാമയിലൊക്കെ താമസിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബസ് നമുക്ക് ഷാർജയ്ക്ക് വരാനുള്ള നല്ലൊരു ബെസ്റ്റ് ഓപ്ഷനാണ് കേട്ടോ. ഈ നമ്മളിപ്പോൾ കയറിയ നീല ബസ്സും ഇപ്പോൾ നമ്മുടെ മുന്നിൽ കൂടെ പോയ ആ ഒരു ഓറഞ്ച് ലൈൻ വരുന്ന ബസ്സും, ഈ 2 ബസ്സുകളാണ് ഈ 304 നമ്പർ വെച്ചിട്ട് വരുന്നത് കേട്ടോ. ഇപ്പോൾ 9:46 നമ്മൾ ജുബൈൽ ബസ് സ്റ്റേഷനിൽ കയറിയിരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.